തെറ്റ് ചെയ്തിട്ടുണ്ടോ മുരാരി? ഇല്ല, ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല. ഉറപ്പല്ലേ? ഒരു 20 ലക്ഷം രൂപ എൻ്റെ അടുത്ത് ചോദിച്ചു. യൂട്യൂബിനകത്ത് കൃത്യമായിട്ട് എടുക്കും. 16-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച മൂരാരി തന്ത്രിയെ ഭരണിക്കാവ് ഹോട്ടൽ റൂമിൽ നിന്നും സ്പെഷ്യൽ ബ്രാഞ്ചും പുത്തൂർ പോലീസും ചേർന്ന് പിടികൂടി. പുത്തൂർ ഓട്ടോ ഡ്രൈവറിൽ നിന്നും ആൾ ദൈവമായി വേഷപ്പകർച്ച നടത്തിയ മുരാരി തന്ത്രിയുടെ തട്ടിപ്പ് കഥകൾ പുറത്തുവരുന്നു. പുത്തൂർ മണ്ഡപം മുക്കിൽ ഓട്ടോ ഓടിച്ചും വസ്തുക്കച്ചവടം നടത്തിയും കഴിഞ്ഞിരുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം തന്ത്രിയായി അവതരിച്ചത് കൃത്യമായ ആസൂത്രണത്തോടെയായിരുന്നു. നിസ്സഹായരായ സാധാരണക്കാരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുക എന്നതായിരുന്നു ഇയാളുടെ പ്രധാന ലക്ഷ്യമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. ശാസ്ത്രലോകത്തെ പോലും പരിഹസിക്കുന്ന രീതിയിലുള്ള വിചിത്രമായ വാദങ്ങളാണ് ഇയാൾ ചാനൽ പരിപാടികളിലും തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലും വിളമ്പിയിരുന്നത് എന്നും ചിലർ അഭിപ്രായപ്പെടുന്നു. ശാസ്ത്രജ്ഞർ തന്നോട് ഉപദേശം തേടാറുണ്ടെന്നും മോഷണം പോയ സ്വർണം കണ്ടെത്താൻ 22 തന്ത്രിമാരെ മറികടന്നെന്നും ഇയാൾ അവകാശപ്പെട്ടിരുന്നു. ബാധ ഒഴിപ്പിക്കാനെത്തിയ 16 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതോടെയാണ് ഇയാളുടെ ആത്മീയ പരിവേഷം തകർന്നു പോയത്. സംഭവം പോലീസ് കേസായതോടെ ഒളിവിൽ പോയിരിക്കെ ഇന്നലെ പിടിയിലായി ഈ വ്യാജതന്ത്രി. രോഗങ്ങൾക്ക് ചികിത്സ തേടുന്നതിന് പകരം ഇത്തരം തട്ടിപ്പുകാരുടെ അടുത്തേക്ക് മക്കളെ അയക്കുന്ന മാതാപിതാക്കൾ ജാഗ്രത പാലിക്കണമെന്ന് ഈ സംഭവം നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ായ മൂരാരി തന്ത്രി പറഞ്ഞത് ഇങ്ങനെ: ഇതിൻ്റെ പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ടെന്നും താൻ ഒരു ട്രാപ്പിൽ അകപ്പെടുകയായിരുന്നു എന്നുമാണ് ഇദ്ദേഹം വെളിപ്പെടുത്തുന്നത്. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിനിടെ പുറത്തുവന്ന വീഡിയോയിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഗൗരവകരമാണ്. തൻ്റെ പക്കൽ നിന്നും 20 ലക്ഷം രൂപ ചിലർ ആവശ്യപ്പെട്ടിരുന്നുവെന്നും അതിൻ്റെ തെളിവുകൾ എൻ്റെ യൂട്യൂബ് ചാനലായ മൂരാരി ജ്യോതിഷാലയം എന്ന ചാനലിൽ ഉണ്ടെന്നും ഇദ്ദേഹം അവകാശപ്പെടുന്നു. കടം തീർക്കാൻ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇവർ തന്നെ സമീപിച്ചതിൻ്റെ കൃത്യമായ വിവരങ്ങൾ വീഡിയോയിൽ ഉണ്ടെന്നും തന്നെ മനഃപൂർവ്വം കുടുക്കിയതാണെന്നും ഇയാൾ ആവർത്തിക്കുന്നു. പോലീസ് വാഹനത്തിലിരുന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇതൊരു ട്രാപ്പാണ് എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. ഇനി യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തെ കുടുക്കിയത് തന്നെയാണോ? പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പലരും കള്ളക്കേസ് കൊടുക്കുന്ന കാലമാണിത്. വർഷങ്ങൾക്ക് ശേഷം കേസ് തെളിയുമ്പോഴേക്കും അയാളുടെ ജീവിതം താറുമാറായി കാണും. ഒത്തിരി നിരപരാധികളെ അയൽപ്പക്ക തർക്കത്തിൻ്റെ പേരിൽ പോലും ജയിക്കാൻ വേണ്ടി ഇത്തരം കേസുകളിൽ കുടുക്കിയവരുണ്ട്. വക്കീലുമാർ പോലും പറഞ്ഞു കൊടുക്കുന്ന കുറുക്കുവഴി പോക്സോ കേസാണത്രേ. 16 വയസ്സുള്ള മകളെ ഒറ്റയ്ക്ക് ഇങ്ങേരുടെ അടുത്ത് വിട്ട് അമ്മയും ആങ്ങളെയും പുറത്തു നിന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ എന്തോ ഒരു വശപ്പിശക് തോന്നുന്നു. കൗമാരക്കാരിയായ മകളെ ഒറ്റയ്ക്ക് വിട്ടത് തന്നെ ഇവരുടെ ഈ അമ്മയുടെ തെറ്റ് തന്നെ. അങ്ങനെ ആവശ്യപ്പെട്ടാലും പറ്റില്ലെന്ന് പറഞ്ഞിറങ്ങിപ്പോരണം. അന്ധവിശ്വാസം ഈ കാലത്തും കൊണ്ടു നടക്കുന്ന കുറേ ഊളകൾ, ബാധയൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന പൊട്ടന്മാരെയൊക്കെ എന്താ പറയേണ്ടത്? ഇയാളിനെ യഥാർത്ഥത്തിൽ ചെയ്തതാണെങ്കിൽ അതിനുള്ള ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. ശിക്ഷ കടുത്തതായിരിക്കുകയും വേണം. പക്ഷേ നമ്മുടെ നാട്ടിലെ നീതി പ്രഹസനമാണല്ലോ. മുരാരി തെറ്റ് ചെയ്തിട്ടുണ്ടോ മുരാരി? ഇല്ല, ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല. ഉറപ്പല്ലേ? ഒരു 20 ലക്ഷം രൂപ എൻ്റെ അടുത്ത് ചോദിച്ചത് ഇവൻ്റെ യൂട്യൂബിനകത്ത് മുരാരി ജ്യോതിഷാലയം യൂട്യൂബിനകത്ത് കൃത്യമായിട്ട് കിടപ്പുണ്ട്. 20 ലക്ഷം രൂപ കടമുണ്ട്, അത് തീർക്കാൻ സഹായിക്കണമെന്ന് എൻ്റെ അടുത്ത് പറയുന്നത് കൃത്യമായിട്ട് അതിനകത്ത് കിടപ്പുണ്ട്. ഒരു ട്രാപ്പിലാക്കിയതാണ്. മുരാരി തെറ്റ് ചെയ്തിട്ടുണ്ടോ മുരാരി? ഇല്ല, ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല. ഉറപ്പല്ലേ? ഒരു 20 ലക്ഷം രൂപ എൻ്റെ അടുത്ത് ചോദിച്ചത് ഇവൻ്റെ യൂട്യൂബിനകത്ത് മുരാരി ജ്യോതിഷാലയം യൂട്യൂബിനകത്ത് കൃത്യമായിട്ട് കിടപ്പുണ്ട്. 20 ലക്ഷം രൂപ കടമുണ്ട്, അത് തീർക്കാൻ സഹായിക്കണമെന്ന് എൻ്റെ അടുത്ത് പറയുന്നത് കൃത്യമായിട്ട് അതിനകത്ത് കിടപ്പുണ്ട്. തെറ്റ് ചെയ്തിട്ടുണ്ടോ മുരാരി? ഇല്ല, ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല. ഉറപ്പല്ലേ? ഒരു 20 ലക്ഷം രൂപ എൻ്റെ അടുത്ത് ചോദിച്ചത് ഇവൻ്റെ യൂട്യൂബിനകത്ത് മുരാരി ജ്യോതിഷാലയം യൂട്യൂബിനകത്ത് കൃത്യമായിട്ട് കിടപ്പുണ്ട്. 20 ലക്ഷം രൂപ കടമുണ്ട്, അത് തീർക്കാൻ സഹായിക്കണമെന്ന് എൻ്റെ അടുത്ത് പറയുന്നത് കൃത്യമായിട്ട്